ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു സമീകൃത ആഹാരം, തേനും കുറച്ച് നട്ട്സും എല്ലാം ചേർത്തുണ്ടായ സമീകൃത ആഹാരം പരിചയപ്പെടും. സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ രാവിലെ സ്പീഡിൽ പെട്ടെന്ന് രാവിലെ പോകുമ്പോൾ അവർ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് നല്ല എനർജിയും അതുപോലെ പ്രോട്ടീനും വിറ്റമിൻസും എല്ലാം കിട്ടുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ സമയത്ത് ചെല്ലാൻ വേണ്ടി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊന്നും സമയമുണ്ടായിരുന്നു. പുറത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പൊതുവേ അവർ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ടിഫിൻ കരുതി ട്രാവൽ ചെയ്യുന്നതിന് ഇടയ്ക്ക് കഴിക്കും. നമുക്ക് അങ്ങനെ ശീലമില്ല. നമുക്കിപ്പം പെട്ടെന്ന് തന്നെ കുറഞ്ഞ അളവിൽ വേഗം പോകുന്ന വീട്ടിൽ നിന്നായാലും വേഗം എടുത്ത് കഴിക്കാവുന്ന ഒരു സമീകൃത ആഹാരം അതിനെ ഞാൻ പരിചയപ്പെടുത്താം. അതുണ്ടാക്കുന്ന രീതികളൊക്കെ ഇപ്പം ഇതിനകത്തുള്ള ഇത് ബദാം പരിപ്പാണ്, ഇത് അത്തിപ്പഴമാണ്, ഇത് കശുവണ്ടി പരിപ്പ്, ഇത് കടല, നിലക്കടല, പിന്നെ കുറച്ച് സീഡ്സ് ആണ്. ഇത് പംകിൻ സീഡുണ്ട്, ചിയ സീഡുണ്ട്, ഫ്ലക്സ് സീഡുണ്ട്, വാട്ടർമെലൺ സീഡുണ്ട്, അതുപോലെ സൺഫ്ലവറിൻ്റെ സീഡുണ്ട്, പിന്നെ സീഡ്സ്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ അവസാനമായിട്ട് കുറച്ച് ഏലക്കായും. ഇതിൻ്റെ എല്ലാം മേലെ നമുക്ക് തേനാണുള്ളത്. തേൻ നല്ല ക്വാളിറ്റി, നല്ല തേന്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമീകൃത ആഹാരമാണ്. ഇത് 1-2 സ്പൂണ് കഴിച്ചാൽ മതി. രാവിലെ 1-2 സ്പൂണ് കഴിച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള എനർജി കിട്ടും. തന്നെയല്ല ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ, നമുക്ക് ആവശ്യത്തിനധികം പ്രോട്ടീൻ ഉണ്ട്. ഈ ബദാം, അണ്ടിപ്പരിപ്പ്, നിലക്കടല ആവശ്യത്തിന് പ്രോട്ടീൻ തരും. ഒപ്പം തന്നെ ഈ ബദാമിൻ്റെയും ഇത് നിലക്കടലയുടെ ഒക്കെ ഓയിൽ നമുക്ക് ചെറിയ ഫാറ്റ് തരും. അത് നമുക്ക് ആവശ്യത്തിനുള്ള HDL കൊളസ്ട്രോളിന് ഉള്ള നല്ല കുറച്ച് ഫാറ്റിൻ്റെ അംശം. പിന്നെ ഈ സീഡ്സ് എല്ലാം നമുക്ക് ആവശ്യത്തിന് ഫൈബറും വിറ്റമിൻസും തരും. ധാരാളം വിറ്റമിൻസും ഉണ്ട്, ധാരാളം ഫൈബറും ഉണ്ട്. അതുപോലെ അത്തിപ്പഴം, നമുക്ക് അതും വളരെ നല്ല ഒരു പോഷക സമ്പുഷ്ടമായ സാധനം. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രോട്ടീൻ മിക്സ് വിത്ത് ഹണി ഉണ്ടാക്കുന്ന വരും. നിമിഷം അതൊന്ന് വിശദീകരിച്ച് കൊടുക്കുക കേട്ടോ, ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നട്ട്സും സീഡ്സും ഒക്കെ നന്നായി വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് ഡ്രയറിൽ വെച്ച് നന്നായി ഉണക്കി ക്വാളിറ്റിയിൽ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മളിവിടെ ഹണിയായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി നമുക്ക് ഇന്ന് ബദാം മിക്സ് ചെയ്യാം. കശുവണ്ടി, കടലപ്പരിപ്പ്, കറുത്ത മുന്തിരി, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, വാട്ടർമെലൺ സീഡ്സ്. അടുത്തതായി നമുക്ക് ഹണി ചേർക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു 2-3 സ്പൂണ് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേൻ ചേർക്കണം. ഇനി കുറച്ചുകൂടി നമുക്ക് തേൻ ഒഴിക്കാം കേട്ടോ. ഇതിപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 2 ദിവസത്തിന് ശേഷം നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മുടെ നട്ട്സ് ഹണി ഇവിടെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് മലബാർഹണി.com എന്ന വെബ്സൈറ്റിലൂടെ.